ഹലോ, ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. വേറൊന്നുമില്ല, അവൽ വിളയിച്ചത്. അതിനായിട്ട് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കുറച്ചേ ചേർക്കുന്നുള്ളൂ, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അവൽ എടുക്കുന്നുണ്ട്, അത് ബ്രൗൺ കളർ അവലാണ്, അതെടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടുകടല ചേർക്കുന്നുണ്ട്. പിന്നെ കറുത്ത എള്ള്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ശർക്കരയും ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ, ഇത്രയും ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഞാനൊരു ചെറിയ കടായി വെച്ചു. അതിനകത്ത് നമുക്ക് നെയ്യാണ് ചേർക്കേണ്ടത്, പക്ഷേ എനിക്ക് നെയ്യ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പൊട്ടുകടലയൊക്കെ ഒന്ന് വറുത്തെടുക്കും. പൊട്ടുകടലയും കറുത്ത എള്ളും നമ്മളൊന്ന് വറുത്തെടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് അങ്ങനെ വറുത്ത് ഇതിനകത്ത് ഇടുന്നത് ടേസ്റ്റി ആയിരിക്കും കുറച്ചുകൂടി. പക്ഷെ ഞാനിവിടെ പൊട്ടുകടലയും എള്ളും മാത്രമേ വറക്കുന്നുള്ളൂ. പിന്നെ പൊട്ടുകടലയ്ക്ക് ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ എള്ളും വറുത്തെടുത്തു. പിന്നെ ഒരു ചെറിയ തേങ്ങ, അത്ര ഫുള്ളായിട്ട് ചുരണ്ടി ഇടുന്നില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ ശർക്കരപ്പാനി ആക്കി വെക്കുക കേട്ടോ. ശർക്കരപ്പാനി ആക്കി വെക്കുക, ആവശ്യത്തിന് വേണ്ട മധുരത്തിൽ. പിന്നെ ഒരു കടായി എടുക്കുക, അതിനകത്തോട്ട് നമ്മൾ കുറച്ച് നെയ്യ്, ഇവിടെ ഇച്ചിരി നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു, ആ നെയ്യിൽ ഞാൻ തേങ്ങ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തു. എന്നിട്ട് തേങ്ങ ജസ്റ്റ് ഒരു ബ്രൗൺ കളറൊക്കെ ആവില്ലേ, അത്രയും വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചെടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, ഈ തേങ്ങയ്ക്കകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ പിന്നെ ഇടാൻ പോകുന്നത് അവലാണ്. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരത്തില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം ഇടുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, എനിക്ക് ഫീൽ ആയതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അവലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഈ ശർക്കര എല്ലായിടത്തും, ഈ ഒരു ശർക്കര പാനി എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി പൊട്ടുകടലയും എള്ളും വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഫൈനലി നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് പൊട്ടുകടലയും എള്ളും കൂടെ ചേർക്കുന്നത്. എന്നിട്ട് അതിട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്യും. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക്